വിശദാംശങ്ങളിലേക്ക് എത്തണം. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരികയാണ്. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. പൊന്നാനി ബലാത്സംഗ കേസിൽ 3 ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികളാകും. കേസെടുക്കാൻ പൊന്നാനി മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശം നൽകി. അതിജീവിതയുടെ പരാതിയിലാണ് നടപടി. മലപ്പുറം മുൻ SP സുജിത് ദാസ്, DYSP VV ബെന്നി, SHO വിനോദ് വലിയാറ്റൂർ എന്നിവർക്കെതിരെ കേസെടുക്കാനാണ് നിർദ്ദേശം. സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് മജിസ്ട്രേറ്റ് കോടതിയുടെ തീരുമാനം. സുപ്രധാനമായ വാർത്തയാണ് വരുന്നത്. മലപ്പുറം മുൻ SP സുജിത് ദാസ്, DYSP VV ബെന്നി, SHO വിനോദ് വലിയാറ്റൂർ എന്നിവർക്കെതിരെ കേസെടുക്കാനാണ് നിർദ്ദേശം. ശ്യാം ദേവരാജും TV പ്രസാദും ചേരുകയാണ്. ആദ്യം ശ്യാം ദേവരാജയ്ക്ക് ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റിലേക്ക്. ശ്യാം, സുപ്രധാനമായ വിധി എന്ന് പറയണം. 3 ഉന്നത ഉദ്യോഗസ്ഥരാണ് പ്രതികളാകാൻ പോകുന്നത്. വിശദാംശങ്ങൾ എന്താണ്? കോടതി ഉത്തരവിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ്? വലിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് അതിജീവിതയ്ക്ക് ആശ്വാസകരമാകുന്ന നടപടി പൊന്നാനി മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഉണ്ടാകുന്നത്. സുപ്രീം കോടതി വരെ നടത്തിയ പോരാട്ടത്തിന്റെ ഭാഗമായാണ് അത്തരമൊരു ആശ്വാസകരമായ നടപടി. അത് 3 ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാൻ മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശം നൽകുന്നു എന്നതാണ്. മലപ്പുറം മുൻ SP സുജിത് ദാസ് IPS, ഒപ്പം DYSP VV ബെന്നി, CI ആയ SHO കൂടിയായ പൊന്നാനി SHO കൂടിയായിരുന്ന CI വിനോദ് വലിയാറ്റൂർ എന്നിവർക്കെതിരെയാണ് കേസെടുക്കാനുള്ള നിർദ്ദേശം. പോലീസ് ഉടൻ തന്നെ കേസെടുക്കുകയും ചെയ്യും. പൊന്നാനി മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശമനുസരിച്ചാണ് കേസെടുക്കുന്നത്. FIR രജിസ്റ്റർ ചെയ്ത് ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്തും. ഒരു ബലാത്സംഗ കേസിൽ 3 ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികളാകുന്നു എന്നതാണ് ഈ കേസിനെ കൂടുതൽ ചർച്ച ചെയ്യിപ്പിക്കുന്ന ഒന്നാക്കുന്നത്. അതിജീവിതം നടത്തിയ ഏതാണ്ട് 4.5 വർഷത്തിലധികമായി അതിജീവിതം നടത്തിയ പോരാട്ടത്തിനൊടുവിലാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാനുള്ള കോടതിയുടെ നിർദ്ദേശം. സുപ്രീം കോടതി അടക്കം ഇക്കാര്യം പരിശോധിച്ച് വസ്തുതകൾ പരിശോധിച്ച തീരുമാനമെടുക്കാൻ പൊന്നാനി മജിസ്ട്രേറ്റ് കോടതിയോട് നിർദ്ദേശിച്ചിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പൊന്നാനി മജിസ്ട്രേറ്റ് കോടതി കേസെടുക്കാനുള്ള നിർദ്ദേശം നൽകുന്നത്. മലപ്പുറം മുൻ SP സുജിത് ദാസ് IPS ആണ് കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി. DYSP VV ബെന്നിയും പ്രതിയാകും. SHO വിനോദ് വലിയാറ്റൂരാണ് മറ്റൊരു പ്രതി. ഈ കേസിൽ വിനോദ് വലിയാറ്റൂർ ഈ കേസിലെ നടപടികൾ തടസ്സപ്പെടുത്താനും ഒപ്പം കേസ് റദ്ദാക്കണമെന്നടക്കം ആവശ്യപ്പെട്ട് ഹൈക്കോടതി അടക്കം സമീപിച്ചിരുന്നു. പക്ഷേ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ നടക്കം ഈ വിനോദ് വലിയാറ്റൂരിന് ഹർജിക്കാരനടക്കം തിരിച്ചടിയേൽക്കുകയും ചെയ്തിരുന്നു. കേസ് എത്രയും വേഗം രജിസ്റ്റർ ചെയ്യണമെന്നായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അന്ന് നേരത്തെ നൽകിയ നിർദ്ദേശം. ഒരു യുവതിയെ 3 പോലീസ് ഉദ്യോഗസ്ഥർ 3 ഘട്ടങ്ങളിലായി ബലാത്സംഗം ചെയ്തു എന്നതാണ് കേസ്. ഒരു പരാതിയുമായി ഒരു സാധാരണ യുവതി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു, പൊന്നാനി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. അപ്പോഴാണ് SHO കൂടിയായ CI വിനോദ് വലിയാറ്റൂർ പിറ്റേന്ന് പരാതി അന്വേഷിക്കാൻ എന്ന വ്യാജേന ആ യുവതിയുടെ വീട്ടിലേക്ക് എത്തുകയും യുവതിയെ ബലാത്സംഗം ചെയ്യുകയും ചെയ്യുന്നത്. അതേ കുറ്റകൃത്യമാണ് DYSP VV ബെന്നിയിൽ നിന്നും ഈ യുവതിക്കെതിരെ ഉണ്ടായത്. ഈ 2 പേർക്കെതിരായ സംഭവം അറിയിക്കാനാണ് SP സുജിത് ദാസിന്റെ അടുത്തേക്ക് ഈ യുവതി പോകുന്നത്, പരാതിക്കാരി പോകുന്നത്, അതിജീവിത പോകുന്നത്. അപ്പോഴാണ് ഈ SP സുജിത് ദാസിൽ നിന്നും കൂടി സമാന സ്വഭാവത്തിലുള്ള കുറ്റകൃത്യം ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. അങ്ങനെയാണ് അതിജീവിത നിയമ പോരാട്ടത്തിന് ഇറങ്ങുന്നത്. ഈ പൊന്നാനി മജിസ്ട്രേറ്റ് കോടതിയിൽ പരാതിയടക്കം നൽകുകയും ചെയ്യുന്നത്. ഒരു സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ടാണ്. 2022 ജനുവരിയിലാണ് അതിജീവിത ഇത് സംബന്ധിച്ച പോരാട്ടം ആരംഭിക്കുന്നത്. ആ പോരാട്ടത്തിന് ഏതാണ്ട് 4.5 വർഷം നീണ്ട വലിയ പോരാട്ടത്തിനൊടുവിൽ, സുപ്രീം കോടതി വരെ നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് സുപ്രീം കോടതി ഇക്കാര്യം വീണ്ടും പരിശോധിച്ച് വീണ്ടും തീരുമാനമെടുക്കാൻ നിർദ്ദേശിക്കുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ പൊന്നാനി മജിസ്ട്രേറ്റ് കോടതി സംസ്ഥാനത്തെ 3 ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കുന്നത്. അത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 376 വകുപ്പ് അനുസരിച്ച് ബലാത്സംഗ കുറ്റമാണ് ചുമത്തുക. പൊന്നാനി പോലീസായിരിക്കും ഈ കേസ് രജിസ്റ്റർ ചെയ്യുക. ഇത് സംബന്ധിച്ച ഉത്തരവാണ്
പൊന്നാനി മജിസ്ട്രേറ്റ് കോടതി പൊന്നാനി പോലീസിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കേസിന്റെ അന്വേഷണം ഉടൻ തന്നെ ആരംഭിക്കുകയും ചെയ്യും. അങ്ങനെ അന്വേഷണം ആരംഭിക്കുമ്പോൾ അത് പക്ഷേ സാധാരണ പോലീസിന് അന്വേഷിക്കാനാകില്ല. ഏറ്റവും കുറഞ്ഞത് ADGP റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ കേസ് അന്വേഷിക്കേണ്ടി വരികയും ചെയ്യും. പരാതി നൽകാനെത്തിയ യുവതിയെ അതിജീവിതയെ പീഡിപ്പിച്ചു. മൂന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ 3 ഘട്ടങ്ങളിലായി പീഡിപ്പിച്ചു, കസ്റ്റഡിയിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന ഉൾപ്പെടെയുള്ള ഗൗരവതരമായ ആക്ഷേപമാണ് അതിജീവിത മജിസ്ട്രേറ്റ് കോടതിയിൽ ഉയർത്തിയത്. ഇതിനാധാരമായ തെളിവുകളടക്കം ആ യുവതി നൽകുകയും ചെയ്തിരുന്നു. അക്കാര്യങ്ങളെല്ലാം പരിശോധിച്ചാണ് ഈ കുറ്റകൃത്യം നിലനിൽക്കും എന്ന് മജിസ്ട്രേറ്റ് കോടതി കണ്ടെത്തുന്നത്. 3 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാൻ വേണ്ടി മജിസ്ട്രേറ്റ് കോടതി പോലീസിനോട് നിർദ്ദേശിക്കുന്നത്. കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി എന്നത് മലപ്പുറം SP ആയ DYSP സുജിത് ദാസ് ആണ്. മറ്റൊരു പ്രതി എന്നത് തിരൂർ DYSP ആയ VV ബെന്നിയാണ്. ഞാൻ TV പ്രസാദിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. പ്രസാദ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പരാതി പറയാൻ എത്തിയ ആളെയാണ് അന്ന് CI ആയിരുന്ന വിനോദ് ബലാത്സംഗം ചെയ്തതെന്ന് കൃത്യമായി പരാതിയിൽ പറയുന്നുണ്ട്. അതിന് പിന്നാലെ ഈ ഉപദ്രവത്തെ കുറിച്ച് സംസാരിക്കാനാണ് DYSP ആയിരുന്ന ബെന്നിയുടെ പക്കലെത്തുന്നത്. അയാളും ലൈംഗിക അതിക്രമം നടത്തുകയുണ്ടായി. അതിലും മുകളിലുള്ള SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ കൂടി തന്നെ ഉപദ്രവിച്ചു എന്ന് അവർ പരാതിപ്പെട്ടിരുന്നു. പക്ഷേ വലിയൊരു നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഇവരെ 3 പേരെയും ഇപ്പോൾ പ്രതികളാക്കണമെന്ന നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്നത്, അല്ലേ? അതെ വിനീത, 2022 ഈ കേസുകളുടെ എല്ലാം തുടക്കം. പൊന്നാനി സ്വദേശിയായ യുവതി തന്റെ വീട്ടിലെ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട്, വീടുമായി ബന്ധപ്പെട്ട് ബന്ധുക്കളുമായുള്ള ഒരു തർക്കത്തിൽ പരാതിയുമായി പൊന്നാനി പോലീസ് സ്റ്റേഷനിലെത്തിയതായിരുന്നു. പോലീസ് സ്റ്റേഷനിലെത്തിയതിന് പിന്നാലെ ആ പരാതി അന്വേഷിക്കാൻ എന്നതുപോലെ പൊന്നാനി CI ആയിരുന്ന വിനോദ് വലിയാറ്റൂരാണ് യുവതിയുടെ വീട്ടിലെത്തുന്നത്. പിന്നീട് അവിടെ വീട്ടിൽ വെച്ച് പീഡിപ്പിക്കുകയും ചെയ്യുന്നത്. അത് യുവതിയുടെ ഒരു സുഹൃത്ത് കാണുന്നുമുണ്ടായിരുന്നു. സുഹൃത്ത് പുറത്തുള്ളപ്പോഴാണ്, വീട്ടിലുള്ളപ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം നടന്നത് എന്നുള്ളതാണ് പരാതിക്കാരി കൊടുത്ത മൊഴി. അതിനുശേഷം വിനോദ് വലിയാറ്റൂർ ഈ പരാതിയിൽ ഒരു തീരുമാനവുമാക്കുന്നുമില്ല. ഈ സ്ത്രീയെ ചൂഷണം ചെയ്യുകയും ചെയ്തു. അതിനെ തുടർന്നാണ് അവിടുത്തെ DYSP ആയിരുന്ന VV ബെന്നിക്ക് ഇത് സംബന്ധിച്ചുള്ള പരാതി നൽകിയത്. പരാതി അന്വേഷിക്കാൻ വീട്ടിലെത്തിയ VV ബെന്നി അപമര്യാദയായി പെരുമാറി എന്നുള്ളതാണ് യുവതി കൊടുത്ത പരാതി. പിന്നീട് ഈ 2 പേരും അതിൽ നടപടിയെടുക്കാത്തത് കൊണ്ടാണ് മലപ്പുറം SP സുജിത് ദാസിനെ സമീപിക്കുന്നതും സുജിത് ദാസിന്റെ താമസ സ്ഥലത്തെത്തി ഈ യുവതിയെ പീഡിപ്പിക്കുകയും ചെയ്ത് രണ്ടാമത്തെ തവണ വിളിച്ചു വരുത്തുകയും പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത സമയത്ത് ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥന് കാഴ്ചവെക്കാൻ ശ്രമിച്ചു എന്ന ഗുരുതരമായ മൊഴിയും പരാതിക്കാരിയുടെ ഭാഗമായുണ്ട്. അങ്ങനെ 2024 സെപ്റ്റംബർ ഒക്ടോബറിലാണ് പിന്നീട് അടുത്ത നിയമ പോരാട്ടം എന്ന നിലയിൽ ജില്ലാ പോലീസ് മേധാവിക്ക് ആദ്യം പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുന്നു. ആ പരാതിയിൽ നടപടി ഉണ്ടാകുന്നില്ല. പിന്നീട് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി കൊടുക്കുന്നു. ആ പരാതിയിൽ തീരുമാനമുണ്ടാകുന്നില്ല. അങ്ങനെയാണ് മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി കൊടുക്കുന്നത്. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൊടുത്ത പരാതി പാടെ അവഗണിച്ചതിന്റെ ഭാഗമായിട്ടാണ് പൊന്നാനി 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ മുന്നാകെ സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുന്നത്. അവിടെ നിന്ന് കോടതി ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ മുതിർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് അതിൽ റിപ്പോർട്ട് ചോദിക്കുന്ന ഒരു സ്ഥിതിയാണ് അന്നുണ്ടായത്. അത് പിന്നീട് വലിയ വിമർശനമുണ്ടായി. അതിനെതിരെ അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് FIR ഇടണം എന്ന ഉത്തരവെടുത്തു. അതിന് പിന്നാലെ അപ്പീലുമായി പ്രതികൾ പോയി. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആ കേസ് പരിഗണിച്ചു. ആ കേസ് 1ാം ബെഞ്ചിന്റെ വിധി സ്റ്റേ ചെയ്യുകയും ചെയ്തു. സിംഗിൾ ബെഞ്ചിന്റെ വിധി സ്റ്റേ ചെയ്തു. പിന്നീടാണ് സുപ്രീം കോടതിയിൽ എത്തുന്നത്. സുപ്രീം കോടതി വിശദമായ വാദം കേട്ടു. അതിനുശേഷമാണ് ഈ കേസിൽ പുതുതായി അതിനെ സംബന്ധിച്ചുള്ള പരിശോധന നടത്തി തീരുമാനമെടുക്കണം എന്ന് പൊന്നാനി 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയോട് ആവശ്യപ്പെടുന്നതും പിന്നീട് വിശദമായ വാദം ഇരുഭാഗങ്ങളിൽ നിന്നും കേൾക്കുകയും ഏറ്റവും ഒടുവിൽ ഇന്ന് FIR ഇടാനുള്ള നിർണായകമായ ഉത്തരവ് പൊന്നാനി 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഭാഗമായി ഉണ്ടാവുകയും ചെയ്യുന്നത്. കേരള ചരിത്രത്തിൽ തന്നെ സമാനമായ ഇങ്ങനൊരു കേസ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും വിനീത. കാരണം ഒരു SHOയുടെ അടുത്ത് നീതിക്ക് വേണ്ടി പോയ
സ്ത്രീയോടാണ് അപമര്യാദയായ പെരുമാറ്റമുണ്ടായത്. അതിൽ പരാതി പറയാൻ പോയ ഡിവൈഎസ്പിയിൽ നിന്നും മോശമായ അനുഭവമുണ്ടായി. എസ്പിയും അതുപോലെ പെരുമാറുന്ന ഒരു ചിത്രമാണ് മലപ്പുറത്ത് നമ്മൾ കണ്ടത്. അതിലാണ് ഇപ്പോൾ നിർണായക ഇടപെടൽ ഹൈക്കോടതിയുടെ കൂടി ഡയറക്ഷന്റെ ഭാഗമായി പൊന്നാനി 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് എടുക്കേണ്ടി വന്നത്. ഇനിയിപ്പോൾ പൊന്നാനി പോലീസ് അതിൽ FIR രജിസ്റ്റർ ചെയ്യും. നേരത്തെ ശ്യാം റിപ്പോർട്ട് ചെയ്തതുപോലെ SP ഉൾപ്പെടെ ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ളവർ പ്രതികളായ കേസായതുകൊണ്ട് തന്നെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഈ കേസ് അന്വേഷിക്കേണ്ടതായും വരും എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ കുറേ വർഷമായി തുടങ്ങിയ നിയമ പോരാട്ടമാണ് ഒടുവിൽ പൊന്നാനി SHO ഇപ്പോൾ അല്പസമയത്തിനകം പൊന്നാനി പോലീസ് FIR എടുക്കുന്ന നിലയിലേക്ക് ഒരു ഉത്തരവുമായി മാറിയിരിക്കുന്നത്. വിനീത, TV പ്രസാദ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതിസ്ഥാനത്തേക്ക് വരുന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരാണ്. ജില്ലയുടെ തന്നെ അധികാരമുണ്ടായിരുന്ന മുൻ SP സുജിത് ദാസ് ഉൾപ്പെടെയുള്ളവരാണ്. പലതരത്തിൽ ആരോപണ വിധേയനായിട്ടുള്ളയാളാണ്. ഈ പോലീസ് സേനയിൽ തന്നെ സ്വാധീനമുള്ളയാളാണ്, നമുക്കറിയാവുന്നതാണ്. ഒപ്പം DYSP VV ബെന്നി ഉൾപ്പെടെയുള്ളവരാണ്. ഇവരൊക്കെ തന്നെയും പല രീതിയിൽ ഈ കേസിനെ അട്ടിമറിക്കാൻ അല്ലെങ്കിൽ പരാതിക്കാരിയുടെ ഈ പരാതിയെ അന്വേഷണത്തിലേക്ക് നീങ്ങാതിരിക്കാനുള്ള ശ്രമങ്ങൾ പലതവണയായി നടത്തിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ നമുക്കറിയാം. ഏതായാലും